Hi, hello my dear viewers. Today we are going to discuss fourth module of accounting standards. ഇതിനുള്ളിൽ രണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറയുന്നുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19 that is accounting for leases and accounting standard 17 segment reporting. So നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Module 4 accounting standard 19 accounting for leases. So first നമുക്ക് definition നോക്കാം. Leaseന്റെ definition നോക്കാം. Lease is defined as a financial agreement wherein one party allows another party to use the asset or equipment for a definite period in return for an adequate consideration called lease rentals. ഇപ്പോൾ ലീസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാട്ടത്തിന് കൊടുക്കുക എന്ന് പറയും. ലീസ് എന്ന് പറയുമ്പോൾ അതൊരു ഫൈനാൻഷ്യൽ എഗ്രിമെൻ്റ് ആണ്. ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ അസറ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒരു ഡെഫിനറ്റ് പീരീഡിൽ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. വെറുതെ ആണോ? അല്ല. ഇൻ റിട്ടേൺ ഫോർ ആൻ അഡ്വക്കേറ്റ് കൺസിഡറേഷൻ, അതിന് നമ്മൾ ലീസ് റെൻ്റൽസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ലീസ് റെൻ്റലിന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അസറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ആളെ നമ്മൾ ലെസർ എന്നും പറയും, വാങ്ങിക്കുന്ന ആളെ ലീസി എന്നും പറയും. ഓക്കെ, ദ മാക്സിമം പീരീഡ് ഫോർ ലീസ് അക്കോർഡിംഗ് ടു ലോ ഈസ് ഫോർ 99 ഇയേഴ്സ്. മാക്സിമം നമുക്ക് 99 ഇയേഴ്സിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പ്രീവിയസ്ലി ലാൻഡ് ഓർ റിയൽ എസ്റ്റേറ്റ് mines and quarries were taken on lease. Nowadays, land and machinery and equipments, modern civil aircrafts and ships etc. are taken for lease. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ലാൻഡും റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ലീസിന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്ലാന്റും മെഷീനറി എക്യുപ്മെന്റ്സ് എല്ലാം ലീസിന് എടുക്കുന്നുണ്ട്. ഏതൊക്കെ പാർട്ടീസ് ആണ് ഇതിനുള്ളിൽ വരുന്നത് നോക്കാം. പാർട്ടീസ് ആൻഡ് ലീസ് എഗ്രിമെന്റ്. ഫസ്റ്റ് വൺ, ലെസർ. ദ പാർട്ടി ഹു ഈസ് ദ ഓണർ ഓഫ് ദി അസറ്റ് ഓർ എക്യുപ്മെന്റ് പെർമിറ്റിംഗ് ദ യൂസർ ഓഫ് ദി സെയിം ബൈ ദ അതർ പാർട്ടി ഓൺ പേയ്മെന്റ് ഓഫ് എ പീരിയോഡിക്കൽ എമൗണ്ട്. ലെസർ ഈസ് ദ റിയൽ ഓണർ ഓഫ് ദ asset who can be individual or firm. അസറ്റിന്റെ റിയൽ ഓണർ എന്ന് പറയുന്നത് ലെസർ ആണ്. അതൊരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ഫേം ആവാം. ലീസി ആരാണ്? ദ പാർട്ടി ഹു അക്വയർസ് ദ റൈറ്റ് ടു യൂസ് ദ അസറ്റ് ഓർ എക്യുപ്മെന്റ് ഫോർ വിച്ച് ഹി പേയ്സ് പീരിയോഡിക്കലി ഓവർ ദ ടേം ഓഫ് ദി ലീസ്. ഈ അസറ്റ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് വാങ്ങുന്ന യൂസ് ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് ലെസ്സി എന്ന് പറയുന്നത്. ഇനി ഇവർക്കിടയിൽ വരുന്ന ഒരു കൺസിഡറേഷനാണ് നമ്മൾ ലീസ് റെന്റൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദിസ് റെഫർ ടു ദ കൺസിഡറേഷൻ റിസീവ്ഡ് ബൈ ദ ലെസർ ഇൻ റെസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ വരുന്നുണ്ട്, റേറ്റ് ഓൺ ദ ലെസേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ചാർജ് ബോൺ ബൈ ദ ലെസർ സച്ച് ആസ് റിപ്പയർസ്, മെയിൻ്റനൻസ്, ഇൻഷുറൻസ് എക്സെട്ര. ദെൻ ലീസ് എഗ്രിമെന്റ്. These are certain terms and conditions in the contract that exist between the two parties which are written in a legal document called a lease agreement. Then applicability of accounting standard 19. Accounting standard 19 deals with the accounting policies applicable for all type of leases except certain leases listed below. അപ്പോൾ ഇത് എല്ലാ ടൈപ്പ് ഓഫ് ലീസസിലും നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19 അപ്ലൈ ചെയ്യുന്നുണ്ട്. ചിലതിനില്ല. ഏതൊക്കെയാണത്? ലീസ് എഗ്രിമെന്റ്സ് ഫോർ എക്സ്പ്ലോറിംഗ് ഓർ യൂസിംഗ് നാച്ചുറൽ റിസോഴ്സസ്, എക്സാമ്പിൾ ഓയിൽ, ഗ്യാസ്, ടിമ്പർ, മെറ്റൽസ് ആൻഡ് അതർ മിനറൽ റൈറ്റ്സ്. അപ്പോൾ ലീസ് എഗ്രിമെന്റ് ഫോർ എക്സ്പ്ലോറിംഗ് ഓർ യൂസിങ് നാച്ചുറൽ റിസോഴ്സസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 90 വരില്ല. ലൈസൻസ് എഗ്രിമെന്റ്സും വരില്ല. എക്സാമ്പിൾ മോഷൻ പിക്ചർ ഫിലിംസ്, വീഡിയോ റെക്കോർഡിംഗ്സ്, പ്ലേസ്, മാനുസ്ക്രിപ്റ്റ്സ്, പാറ്റേൺസ് ആൻഡ് കോപ്പിറൈറ്റ്സ് എക്സെട്ര. അതുപോലെ തന്നെ ലീസ് എഗ്രിമെന്റ്സ് ഫോർ യൂസ് ഓഫ് ലാൻഡും ഇതിനുള്ളിൽ വരില്ല. ദെൻ മെറിറ്റ്സ് ഓഫ് ലീസിംഗ് നമുക്ക് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെറിറ്റ് ഓഫ് ലീസിംഗ് ഇസ് ഫ്ലെക്സിബിലിറ്റി. ദ ലീസിംഗ് കമ്പനി മോഡിഫൈസസ് ദ എഗ്രിമെന്റ്സ് ടു സ്യൂട്ട് ദ ലീസസ് റിക്വയർമെന്റ്സ്. അപ്പോൾ ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെറിറ്റ് എന്ന് വെച്ചാൽ ഇതെന്താണ്, ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇൻ ദ ലീസിംഗ് ഡീൽ less document is involved when compared to term loans from financial institution. ഇപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. It is an alternative source to obtain loan and other facilities from financial institutions. That is the reason why banking companies and financial institutions are now entering into leasing business, as this method of financing is more acceptable to manufacturing units. The full amount of financing for the cost of equipment may be made available by a ലീസിംഗ് കമ്പനി. ഫുൾ എമൗണ്ടും ഇവിടെ അവൈലബിൾ ആണ്. വേറാസ് ബാങ്ക്സ് ആൻഡ് അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേ നോട്ട് പ്രൊവൈഡ് ദ സെയിം. ബാങ്ക്സും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇങ്ങനെ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യില്ല, പ്രൊവൈഡ് ചെയ്യില്ല. ദ ലീസി ക്യാൻ അവെയിൽ ടാക്സ് ബെനിഫിറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് ടാക്സ് സ്റ്റാറ്റസ്. ഇനി ഡീമെറിറ്റ്സ് നോക്കാം. ഇൻ ലീസിംഗ് ദ കോസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് വെരി ഹൈ. ഇവിടെ കോസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. ദ അസറ്റ് റിവേർട്സ് ബാക്ക് ടു ദ ഓണർ ഓൺ ദ ടെർമിനേഷൻ ഓഫ് ദി lease period and the lesser loses his claim on the residual value. Leasing is not useful in setting up new projects as the rentals become payable soon after the acquisition of assets. The lessor generally leases out assets which are purchased by him with the help of bank credit. In the event of a default made by the lessor in making the payment to the bank, the asset would be seized by the bank, much to the disadvantage of lessee. So ഈ lessor lease out ചെയ്യുന്ന ഈ assets എന്ന് പറയുന്നത് generally എങ്ങനെയാണ്? Purchased by him with the help of bank credit. Bank credit ആവും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇൻ ദ ഇവന്റ് ഓഫ് എ ഡീഫോൾട്ട് മെയ്ഡ് ബൈ ദ ലെസർ ഇൻ മേക്കിംഗ് ദ പേയ്മെന്റ് ടു ദ ബാങ്ക്, എന്തെങ്കിലും പേയ്മെന്റ് അടയ്ക്കുന്നതിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ അസറ്റ് വുഡ് ബി സീസ്ഡ് ബൈ ദ ബാങ്ക്. ഈ അസറ്റ് എന്ത് ചെയ്യും? ബാങ്ക് സീസ് ചെയ്യും. അപ്പോൾ അവിടെ ആർക്കാണ് ഡിസഡ്വാൻറ്റേജ് വരുന്നത്? ലീസിക്കാണല്ലേ. ദെൻ
ടൈപ്സ് ഓഫ് ലീസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ലീസ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസ് വിച്ച് ആർ ലിസ്റ്റഡ് ബിലോ. ഫസ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് ലീസ്. When in a lease contract, the lessor has the right to get the possession of the asset back from the lessee at the end of the lease term, then it is called an operating lease. സാധാരണയായിട്ടുള്ള ലീസ്, അതായത് നമ്മുടെ എഗ്രിമെൻറ്റിൽ പറയുന്ന ആ ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ, ആ ഒരു എൻഡിൽ, അതായത് ആ കോൺട്രാക്റ്റിൽ പറയുന്ന പ്രകാരം ആ ലീസ് ടേമിൻ്റെ എൻഡിൽ വന്നിട്ട് ലെസറിന് എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ തിരിച്ചു പിടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദ ലെസർ ബെയർസ് ദ റിസ്ക് ഓഫ് ഒബ്സലൻസ് ആൻഡ് ഇൻസിഡന്റൽ റിസ്ക്. ദർ ഇസ് ആൻ ഓപ്ഷൻ ടു എയ്തർ പാർട്ടി ടു ടെർമിനേറ്റ് ദ ലീസ് ആഫ്റ്റർ ഗിവിംഗ് നോട്ടീസ്. ദ പീരിയഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് ഷോർട്ടർ ആൻഡ് ഇറ്റ് ഈസ് ഓഫൻ കൺസീലബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി ലെസി വിത്ത് പ്രയർ നോട്ടീസ്. അപ്പോൾ ഇവിടെ ലെസറിന് എന്ത് ചെയ്യാം? ഒരു നോട്ടീസ് കൊടുക്കാം. ആ നോട്ടീസിൻ്റെ പ്രകാരം എന്ത് ചെയ്യാം? ലെസ്സിക്ക് റൈറ്റ് ടു പൊസിഷൻ തിരികെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ലെസർ ബിയേഴ്സ് ഓൾ എക്സ്പെൻസസ്. ലെസറാണ് എല്ലാ എക്സ്പെൻസും ബിയർ ചെയ്യുന്നത്. ലെസർ വിൽ നോട്ട് ബി ഏബിൾ ടു റിയലൈസ് ദ ഫുൾ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. സ്പെഷ്യലൈസ്ഡ് സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ദ ലെസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് ലീസിൽ ലെസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ലെസറിനാണ് വരുന്നത്. Then second one, finance or capital lease. Financial leasing is a long-term lease. ഇത് long-term lease ആണ്. When in a lease agreement, leasee retains the possession of leased asset or equipment even after the period expires, then such type of lease is called as financial lease. ഇവിടെ വന്നിട്ട് leasee എന്ത് ചെയ്യുന്നു? ആ ഒരു എക്സ്പയറി പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ ഇതിൻ്റെ പൊസിഷൻ തിരികെ ഏൽപ്പിക്കുകയാണ്. ഫസ്റ്റ് പറഞ്ഞ കേസിൽ ലെസർ എന്ത് ചെയ്യാണ്? തിരികെ മേടിക്കുന്നതാണ്. ലെസർ നോട്ടീസ് അയക്കുന്നു, തിരികെ ആ റൈറ്റ് മേടിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യാണ്? ലെസ്സി എന്താണ്? തിരികെ നൽകുകയാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലീസിംഗ് ദ ലീസി ഹാസ് ടു ബിയർ ഓൾ കോസ്റ്റ് ആൻഡ് ദ ലീസി ഡസ് നോട്ട് റെൻഡർ എനി സർവീസസ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലീസ് the lessee will be paying much more than the cost of the property or equipment to the lessor in the form of the lease charges. It is irrevocable. ഇവിടെ എല്ലാ കോസ്റ്റും ബെയർ ചെയ്യുന്നത് ലീസിയാണ്, but does not render any services. Next one, leveraged lease. In contracts to earlier mentioned two types of leasing, three parties are involved ഇൻ കേസ് ഓഫ് ലിവറേജ് ലീസ് എഗ്രിമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യത്തിലും ലെസറും ലീസിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താണ്? മൂന്നാമതൊരാളും കൂടി വരുന്നുണ്ട്. ലീസി, ലെസർ ആൻഡ് ദ ലെൻഡർ, അതായത് ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലിവറേജ് ലീസിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ലീസ് എഗ്രിമെൻറ്റ് ഇൻ വിച്ച് the leaser provides an equity portion of the leased assets cost and the third party lenders provide the balance of the financing. The lessor, the owner of the asset, is entitled to depreciation allowances associated with the asset. Leverage leasing is popular in the financing of big tickets assets such as aircraft, oil rigs and railway equipments. Then sale and lease back. A lease agreement wherein the asset or equipment is sold by the entity to another party but later on it is taken back from that party under the lease agreement. In this type of lease, the ownership is transferred but the possession lies with the real owner who pays the consideration at periodical events to the new owner. So ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് മറ്റൊരാൾക്ക് വിൽക്കുകയും പിന്നെ തിരികെ ആളുടെ കയ്യിൽ നിന്ന് ലീസിൽ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എക്യുപ്മെന്റ് തിരികെ എടുക്കുന്നതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്കിനുള്ളിൽ പറയുന്നത്. Then full and non-payout lease. A full payout lease is one in which the lessor recovers the full value of the leased asset by way of leasing. ഇവിടെ ലെസർ എന്ത് ചെയ്യുന്നു? ഫുൾ വാല്യൂ റിക്കവർ ചെയ്യുന്നുണ്ട്. Then specialized service lease. The lessor or the owner of the asset is a specialist of the asset which he is leasing out. He is not only leases out but also gives specialized personal service to the lessee. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ലെസർ ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ആണ്. ഇവിടെ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ സർവീസ് ഒക്കെ ലെസ്സിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ്, നെറ്റ് ആൻഡ് നോൺ നെറ്റ് ലീസ്. ഇൻ നോൺ നെറ്റ് ലീസ് ദ ലെസർ ഈസ് ഇൻ ചാർജ് ഓഫ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ് ആൻഡ് അതർ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ്. ഇവിടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റ് ഇൻസിഡൻ്റൽ എക്സ്പെൻസസിൽ ഇൻചാർജ് വരുന്ന ആർക്കാണ്? ലെസറിനാണ്. ഇത് നോൺ നെറ്റ് ലീസിൻ്റെ കേസിലാണ്. ഇനി ഇൻ എ നെറ്റ് ലീസ് the lessor is not considered with the above maintenance expenditure. ഈ പറയുന്ന ഇൻഷുറൻസിൽ അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ എക്സ്പെൻസസിൽ ഇൻചാർജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ആർക്ക്? ലെസറിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലീസാണ് നമ്മൾ നെറ്റ് ലീസ് എന്ന് പറയുന്നത്. The lessor confines only to financial services. Next, sales aid lease. In case the lessor enters into any tie-up agreement with manufacturer for the marketing, it is called sales aid lease. Next, cross-border lease. Lease across national frontiers are called cross-border lease. Shipping, air service, etc. will come under this category. Then tax-oriented lease. Where the lease is not a loan on security but qualifies as a lease, it will be considered a tax-oriented lease. And then import lease. In an import lease, the company providing equipment for lease may be located in a foreign country, but the lessor and the lessee may belong to the same country.
ദ എക്യുപ്മെൻറ്റ്സ് ഈസ് മോർ ഓർ ലെസ് ഇമ്പോർട്ടഡ്. അപ്പോൾ ഇവിടെ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് പുറത്തെവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക, ഫോറിൻ കൺട്രിയിലായിരിക്കും. പക്ഷേ ലെസറും ലീസി എന്താണ്, മറ്റൊരു കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലീസാണ് ഇമ്പോർട്ട് ലീസ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്റർനാഷണൽ ലീസ്. ഹിയർ ദ പാർട്ടീസ് ടു ദ ലീസ് ട്രാൻസാക്ഷൻ മേ ബിലോങ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ക്രോസ് ബോർഡർ ലീസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മിനിമം ലീസ് പേയ്മെൻ്റ് ആണ്. When a company cannot afford to fully purchase equipment or expects it to have a short useful life, it may opt to lease the equipment. ഇപ്പോൾ ഒരു കമ്പനി ഫുള്ളി പർച്ചേസ് എക്യുപ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ് ഷോർട്ട് യൂസ്ഫുൾ ലൈഫിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ഓപ്റ്റ് ടു ലീസ് ദ എക്യുപ്മെൻറ്റ്. ദ ലെസർ ഓൺസ് ദ എക്യുപ്മെൻറ്റ് ആൻഡ് റെൻറ്റ് ഇറ്റ് ഔട്ട്. ലെസർ എക്യുപ്മെൻറ്റ് ആദ്യം സ്വന്തമാക്കിയതിന് ശേഷം അതിന് എന്ത് ചെയ്യുന്നു, റെൻറ്റ് ചെയ്യുന്നു. ദ ലെസി മേക്ക് റെഗുലർലി സ്കെഡ്യൂൾ പേയ്മെൻറ്റ്സ് ടു ദ ലെസർ ഫോർ ദ യൂസ് ഓഫ് ദ എക്യുപ്മെൻറ്റ്. The lessee is expected to make a minimum payment during the contractual period that the equipment is leased out. The minimum payment is known as the minimum lease payment. So ഈ ഒരു ലീസിയും ലെസറും തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ പീരീഡിനുള്ളിൽ ലെസി എന്ത് ചെയ്യുന്നു, ഒരു മിനിമം പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മിനിമം പേയ്മെൻറ്റിനെയാണ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ മിനിമം ലീസ് പേയ്മെൻറ്റ് ഈസ് ദ ലോവസ്റ്റ് എമൗണ്ട് ദാറ്റ് എ ലീസി ക്യാൻ എക്സ്പെക്ട് ടു മേക്ക് ഓവർ ദ ലൈഫ് ടൈം ഓഫ് ദി ലീസ്. സോ ഈ ഒരു ലീസ് ലൈഫ് ടൈമിനുള്ളിൽ മിനിമം എമൗണ്ട് പേ ചെയ്തിട്ടുള്ള ആ ഒരു ലോവസ്റ്റ് എമൗണ്ടിനെയാണ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടൻസ് കാൽക്കുലേറ്റ് മിനിമം ലീസ് പേയ്മെൻറ്റ്. ഇപ്പോൾ ഈ ഒരു ലീസിൻ്റെ ലൈഫ് ടൈമിൽ ഏറ്റവും മിനിമം, അതായത് ഏറ്റവും ലോവസ്റ്റ് എമൗണ്ട് എത്രയാണോ പേ ചെയ്യാൻ സാധിക്കുന്നത് അതിനെയാണ് നമ്മൾ മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടൻസ് കാൽക്കുലേറ്റ് മിനിമം ലീസ് പേയ്മെൻറ്റ് ഇൻ ഓർഡർ ടു അസൈൻ എ പ്രസൻറ്റ് വാല്യൂ ടു എ ലീസ് ഇൻ ഓർഡർ ടു റെക്കോർഡ് ദ ലീസ് പ്രോപ്പർലി ഇൻ ദ കമ്പനീസ് ബുക്ക്. അപ്പോൾ അക്കൗണ്ടൻസ് ഒക്കെ പ്രസൻറ്റ് വാല്യൂ, ആ ലീസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യുന്നു, ഈ ഒരു മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. മിനിമം ലീസ് പേയ്മെൻറ്റ്സ് എക്സ്ക്ലൂഡ്സ് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, കണ്ടിൻജൻറ്റ് റെൻറ്റ് വരുന്നില്ല, കോസ്റ്റ് ഫോർ സർവീസസ് ആൻഡ് ടാക്സസ് ടു ബി പെയ്ഡ് ബൈ ആൻഡ് റീഇംബേഴ്സ്മെൻറ്റ് ടു ദ ലെസർ ടുഗദർ വിത്ത് ഇൻ ദ കേസ് ഓഫ് ദി ലെസി, എനി റെസിഡ്യുവൽ വാല്യൂ ഗ്യാരണ്ടീഡ് ബൈ ഓർ on behalf of the lessee. The method of calculating minimum lease payment is laid out in the Statement of Financial Accounting Standard number 13, that is accounting for leases. The minimum lease payment calculation is an important part of the accounting analysis called the recovery of investment test. സോ മിനിമം ലീസ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അക്കൗണ്ടിങ് അനാലിസിസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, വിച്ച് ഈസ് കോൾഡ് ദ റിക്കവറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിസൈഡ് വെദർ എ ലീസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ കമ്പനീസ് ബുക്ക് ആസ് ആൻ ഓപ്പറേറ്റിംഗ് ഓർ ക്യാപിറ്റൽ ലീസ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂസ് ആണ്. ഫസ്റ്റ് വരുന്നത് മിനിമം ലീസ് പ്രീമിയം, MLP. മിനിമം ലീസ് പ്രീമിയം ഈസ് ഈക്വൽ ടു ലീസ് പേയ്മെൻറ്റ് ഓവർ ലീസ് ടേംസ് പ്ലസ് residual value guaranteed by or on behalf of lessee. Gross investment value is equal to aggregate of minimum lease premium under a finance lease from lessor's perspective plus unguaranteed residual value accruing to the lessor. Then net investment is equal to gross investment value minus unearned finance income. ഇനി അൺഏൺഡ് ഫൈനാൻഷ്യൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ലീസ് ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ മിനിമം ലീസ് പ്രീമിയം അണ്ടർ എ ഫൈനാൻസ് ലീസ് ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദി ലെസർ ആൻഡ് എനി അൺഗ്യാരണ്ടീഡ് റെസിഡ്യുവൽ വാല്യൂ അക്രൂയിങ് ടു ദ ലെസർ അറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഇൻ ദ ലീസ്. Then implicit interest rate. Implicit interest rate is the discount rate that makes present value of gross investment just equal to fair value of leased asset. Implicit interest rate എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. That makes present value of gross investment just equal to fair value, that is arm's length price of leased asset. Then incremental borrowing rate of interest. It is the rate of interest that the lessee would have to pay on a similar lease. It is the rate which a lessee has to pay if it borrowed from market other than asset leased by it. If it is borrowed from market other than assets leased by it. Then contingent rent. It is generally not fixed but based on a factor other than just passing of time. അപ്പോൾ ഇത് നേരത്തെ കൂട്ടി ഫിക്സ് ചെയ്യാറില്ല, but based on the factor other than just passage of time, such as sales, amount of users, price indices or market rate of interest. Then fair value, amount for which an asset could be exchanged or a liability settlement at arm's length. Then economic life, a period over which an asset is expected to be economically usable by one or more users, or the number of production or similar units expected to be obtained from the asset by one or more users. ഇപ്പോൾ ഒന്നിൽ കൂടുതലോ യൂസേഴ്സിന് ഒരു അസറ്റ് യൂസ് ചെയ്യാവുന്ന ആ ഒരു പെർട്ടിക്കുലർ പീരീഡ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഓർ സിമിലർ യൂണിറ്റ്സ് എക്സ്പെക്റ്റഡ് ടു ബി ഒപ്റ്റെയിൻ ഫ്രം ദ asset by one or more
യൂസേഴ്സ്. അതിൽ നിന്നും നമ്പർ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള യൂണിറ്റ്സ് വേറെ ഏതൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഇൻ ദ ബുക്സ് ഓഫ് ലെസി ആൻഡ് ലെസർ. നമ്മൾ രണ്ട് കേസിൽ നോക്കുന്നുണ്ട്. ഫൈനാൻസ് ലീസിലെ കേസിൽ നോക്കുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് ലീസിലെ കേസ് നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈനാൻസ് ലീസിലെ കേസാണ്. അത് വന്നിട്ട് ലെസ്സിയുടെ കേസാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, so accounting in the books of lessee in case of finance lease. At the inception of lease, the lessee will recognize the lease as asset or liability at an amount equal to the fair value of leased asset. Apportion the lease payments into finance charge and reduction in outstanding liability. Allocate finance charge to the periods during the lease term and then pass journal entry for depreciation. സോ ആദ്യം ലെസ്സി ലീസ് റെക്കഗ്നൈസ് ചെയ്യുന്നു ആസ് അസറ്റ് ഓർ ലൈബിലിറ്റി ഫെയർ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ. ഓക്കെ, ദെൻ അപ്പോർഷൻ ദ ലീസ് പേയ്മെൻറ്റ്സ് ഇൻ ടു ഫൈനാൻസ് ചാർജ് ആൻഡ് റിഡക്ഷൻ ഇൻ ഔട്ട്സ്റ്റാൻഡിംഗ് ലൈബിലിറ്റി ചാർജ് ടു ദ പീരിയഡ് ഡ്യൂറിംഗ് ലീസ് ടേം. അപ്പോൾ ഈ ഒരു ഫൈനാൻസ് ചാർജ് എന്ത് ചെയ്യുന്നു, ലീസ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അപ്പോർഷനേറ്റ് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഫൈനാൻസ് ചാർജിനെ ഓരോ പീരീഡിൽ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. then pass journal entry for depreciation. ഇനി ഫൈനാൻസ് ലീസിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? ഡിസ്ക്ലോഷർ ഇൻ കേസ് ഓഫ് ഫൈനാൻസ് ലീസ്, ലെസ്സിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, അസറ്റ്സ് അക്യൂർഡ് ഓൺ ലീസ് ഷുഡ് ബി ഷോൺ സെപ്പറേറ്റ്ലി. then for each leased asset, show net carrying amount at the balance sheet. Provide reconciliation between minimum lease payment at balance sheet date and the present value. Then disclose total of minimum lease payment at balance sheet date and their present value for not later than 1 year, later than 1 year but not later than 5 year, later than 5 years. Then future minimum sublease payment expected to receive at balance sheet date and ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലിസി സിഗ്നിഫിക്കൻറ്റ് ലീസിങ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയാണ് ഫൈനാൻസ് ലീസിൽ വരുന്ന അക്കൗണ്ടിങ്ങും ഡിസ്ക്ലോഷറും. ദെൻ അക്കൗണ്ടിങ് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി ഇൻ കേസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസിലുള്ള അക്കൗണ്ടിങ് നോക്കാം. ലീസ് പേയ്മെൻറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ഡിസ്ക്ലോഷർ നോക്കാം. Future lease payments are for following period, not later than 1 year, later than 1 year but not later than 5 years, later than 5 years. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ എന്ത് ഡിസ്ക്ലോസ് ചെയ്യണം? ടോട്ടൽ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ് ആൻഡ് ഓൾസോ ലീസ് പേയ്മെൻറ്റ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരീഡ്. ഇനി ലെസ്സറിൻ്റെ കേസിലാണ്. ലെസ്സറിൻ്റെ കേസിൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷറും രണ്ട് കാര്യത്തിൽ വരുന്നുണ്ട്. ഫൈനാൻസ് ലീസിലും വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് ലീസിലും വരുന്നുണ്ട്. First, accounts in the books of lessor in case of finance lease. Lessor to record assets in the books of account at an amount equal to net investment in lease. Record finance income based on pattern reflecting constant periodic rate of return. Then estimate unguaranteed residual value used in computing lesser gross investment in lease. Estimate unguaranteed residual value നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കണം. If there is any reduction in estimating unguaranteed residual value, then revise the income allocation over the remaining lease term. Estimated unguaranteed residual value എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് റിവൈസ് ചെയ്യണം? The income allocation over the remaining lease term. Reduction in respect to amount already recognized to be recognized immediately. Initial direct cost associated with the lease to be recognized immediately in the profit and loss account or can be spread over the lease term. Initial indirect cost എന്ത് ചെയ്യണം? Profit and loss account immediate ആയിട്ട് എന്ത് ചെയ്യണം? Recognize ചെയ്യണം. Then disclosure in case of finance lease. എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം? Provide reconciliation between gross investment in lease at balance sheet and present value of minimum lease payment. Also disclose the same as not later than 1 year, later than 1 year but not later than 5 years and later than 5 years. Then unearned financial income, unguaranteed residual value, accumulated provision for uncollectible minimum lease payment receivable, contingent rent recognized in statement of profit and loss account, general description of lease arrangement, accounting policy adopted for in respect of initial direct cost. ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുക. ഇനി അക്കൗണ്ടിങ് ഇൻ ദ ബുക്സ് ഓഫ് ലെസർ ഇൻ കേസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ്. Lessor should record assets in balance sheet under fixed assets, lease income to recognize in statement of profit and loss account, cost incurred including depreciation to be recognized in statement of profit and loss account. Disclose ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. For each class of asset, accumulated depreciation, accumulated impairment and carrying amount at the balance sheet date, depreciation recognized in the statement of profit and loss account, future minimum lease payment under for each of the following periods, not later than 1 year, later than 1 year but not later than 5 years, later than 5 years. Then total contingent recognized in the statement of profit and loss account. Then sublease എന്താണെന്ന് നോക്കാം. A sublease is the renting of property by a tenant to a third party for a portion of the tenant's existing lease contract.
Even if a tenant subleases a property, the original tenant is still liable for the obligations stated in the lease agreement, such as the payment of rent each month. Subleasing എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നമ്മൾ ലീസിന് കൊടുത്തത് ആ ആൾ മറ്റൊരാൾക്ക് ലീസിന് കൊടുക്കുമ്പോൾ വരുന്ന കേസാണ്. Subleasing can be established unless the original lease forbids it. However, in most cases, the owner must be notified and must approve any subletting arrangement created by the tenant. Control over the subletting process could be written into an original lease so that the owner has some control over who uses and or occupies their property. സോ ഇങ്ങനൊരു സബ് ലീസ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണറിനെ, യഥാർത്ഥ ഓണറിനെ എന്ത് ചെയ്യുക, ഇത് നോട്ടിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഒറിജിനൽ ലീസിൽ ആ ഒരു ഒറിജിനൽ ഓണറുമായിട്ട് ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്റ്റിൽ ഈ സബ്ലെറ്റിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കോൺട്രാക്റ്റിനുള്ളിൽ ഉണ്ടായിരിക്കണം. എ ടെനന്റ് ഹൂ സബ്ലെറ്റ്സ് പ്രോപ്പർട്ടി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് subleasing does not release them from the obligation on the original contracted lease. അപ്പോൾ ഇങ്ങനൊരു സബ്ലീസിന് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ആദ്യത്തെ കോൺട്രാക്റ്റിന്റെ ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ലാതാവുന്നില്ല. സോ ഇങ്ങനൊരു സബ്ലീസ് കൊടുത്തു കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല, ആദ്യത്തെ കോൺട്രാക്റ്റിന്റെ ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ലാണ്ടാവുന്നില്ല. അതെല്ലാം അങ്ങനെ തന്നെ നമ്മൾ പാലിക്കണം. The tenant is responsible for paying rent and for repairs or damage to the property. That means that if a new subtenant does not pay rent for 3 months, the original tenant that subleased the property is liable to the landlord for the overdue rent amount and any late fee. In turn, the subtenant is liable to the original tenant for the unpaid rent. So ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19 അക്കൗണ്ടിംഗ് ഫോർ ലീസസിനുള്ളിൽ വരുന്നത്. ഫോർത്ത് മൊഡ്യൂളിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ദെൻ ഫോർത്ത് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 deals with segment reporting that was established to help better understand performance risk and return of an enterprise. റിസ്ക് ആൻഡ് റിട്ടേണിനെ, എൻ്റർപ്രൈസിലെ റിസ്ക് ആൻഡ് റിട്ടേണിനെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സെഗ്മെൻറ്റ് റിപ്പോർട്ട്സ്, അതിനെ ഡീൽ ചെയ്യുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ടു എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾസ് ഫോർ റിപ്പോർട്ടിംഗ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് and enterprise produces and the different geographical areas in which it operates. So ഈ സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു എൻ്റർപ്രൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഏരിയാസ്, ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്. Such information helps user for financial statements, better understand the performance of the enterprise, better assess the risk and return of the enterprise, make more informed judgments about the enterprise as a whole. ഇനി നമുക്ക് സ്കോപ്പ് നോക്കാം. Accounting Standard 17 should be applied in presenting general purpose financial statements. An enterprise should comply with the requirements of the standard fully and not selectively. If a single financial report contains both consolidated financial statements and the separate financial statements of the parent, segment information need to be presented only on the basis of the consolidated financial statement. Consolidated financial statementum സെപ്പറേറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ നമുക്ക് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ മാത്രം പ്രസൻറ്റ് ചെയ്താൽ മതിയാവും. ദെൻ ബിസിനസ് സെഗ്മെൻറ്റ്. എ ബിസിനസ് സെഗ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്വിഷബിൾ കമ്പോണൻറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ് that is engaged in providing an individual products or service or a group of related products or service, and that is subject to risk and return that are different from those of other business segments. ബിസിനസ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു എൻ്റർപ്രൈസിൻ്റെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. ഫാക്ടേഴ്സ് ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ ഡിറ്റർമൈനിങ് വെദർ പ്രോഡക്ട്സ് ഓർ സർവീസ് ആർ റിലേറ്റഡ് ഇൻക്ലൂഡ് the nature of the products or services, the nature of the production processes, and the type or class of customers for the product or services. So products and services related ആണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ നേച്ചറിൻ്റെ ബേസിസിലാണ്. നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ് ഓർ സർവീസ്, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്, ഓർ ദ ടൈപ്പ് ഓർ ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ ദ പ്രോഡക്റ്റ് ഓർ സർവീസസ്. സോ ബിസിനസ് സെഗ്മെൻറ്റ് കൊണ്ട് എന്താണ് മനസ്സിലാക്കിയത്? എ ബിസിനസ് സെഗ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പനി that can be identified by the products it provides or by the service or geographical locations it operates in. ബിസിനസ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഭാഗമാണ്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സെപ്പറേറ്റ് സെഗ്മെൻറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കമ്പനിയുടെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ബിസിനസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ സിംഗിൾ പാർട്ട് ഓഫ് എ ബിസിനസ് that can be distinctly separated from the company as a whole based on its customer, products or marketplaces. ഇതാണ് ബിസിനസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. Then geographical segments. A geographical segment is a distinguishable component of an enterprise that is engaged in providing products or services
within a particular economic environment and that is subject to risk and return that are different from those of components operating in other economic environments. സോ ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റ് എന്ന് പറയുന്നതും എൻ്റർപ്രൈസിൻ്റെ ഒരു പാർട്ടാണ്, ഡിസ്റ്റിങ്വിഷബിൾ കമ്പോണൻ്റ് ആണ്. ദാറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് പ്രോഡക്ട്സ് ഓർ സർവീസസ് വിത്തിൻ എ പെർട്ടിക്കുലർ എക്കണോമിക് എൻവയോൺമെൻറ്റ്, ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ആൻഡ് ദാറ്റ് ഈസ് സബ്ജക്ട് ടു റിസ്ക് ആൻഡ് റിട്ടേൺ that are different from those of components operating in other economic environments. Factors that should be considered in identifying geographical segments include എന്തൊക്കെയാണ്? Similarity of economic and political conditions, relationship between operations in different geographical areas, proximity operations, special risk associated with operations in a particular area, exchange control regulations, the underlying currency risk. A single geographical segment does not include operations in economic environments with significantly differing risk and returns. A geographical segment may be single country, ഒരു single country ആവാം, a group of 2 or more countries or a region within a country. The risk and return of an enterprise are influenced both by the geographical location of its operation and also by the location of its customer. So ഒരു enterpriseൻ്റെ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങളാൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്? ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനും അതുപോലെ തന്നെ ബൈ ദ ലൊക്കേഷൻ ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സും. ദ ഡെഫിനിഷൻ അലൗസ് ജിയോഗ്രാഫിക്കൽ സെഗ്മെന്റ് ടു ബി ബേസ്ഡ് ഓൺ എയ്തർ ദ ലൊക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓർ സർവീസ് ഫെസിലിറ്റേറ്റ്സ് ആൻഡ് അതർ അസറ്റ് ഓഫ് ആൻ എന്റർപ്രൈസ് ഓർ ദ ലൊക്കേഷൻ ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഇനി റിപ്പോർട്ടബിൾ സെഗ്മെന്റ്സ് നോക്കാം. റിപ്പോർട്ടബിൾ സെഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആർ ദോസ് ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ് ഹൂസ് റവന്യൂസ് ആർ 10% or more of the combined revenue of all operating segments, or profit or loss is 10% or more of the greater of the combined profit of profit making operating segments and the combined loss of loss making operating segments, or assets are 10% or more of combined asset of all operating segments. അപ്പോൾ റിപ്പോർട്ടബിൾ സെഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം? സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് പറയുന്നത് റവന്യൂ എന്താണ്? 10% അല്ലെങ്കിൽ or more of the combined revenue of all operating segments, അല്ലെങ്കിൽ profit or loss is 10% or more of the greater of ഏതിൻ്റെയൊക്കെ രണ്ടിൽ? the combined profit of profit making operating segments and the combined loss of loss making operating segments, or അല്ലെങ്കിൽ assets are 10% or more of combined asset of all operating segments. However, the reportable operating segments should cover at least 75% of the company's total revenue. Then metrics presentation. Metrics presentation, both business segments and geographical segments as primary segment reporting formats with full segment called disclosure on each basis will often provide useful information if risk and return of an enterprise are strongly affected by differences in the products and services it produces and by differences in the geographical areas in which it operates. സോ മെട്രിക്സ് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ 2 കേസിൽ ബോത്ത് ബിസിനസ് സെഗ്മെൻറ്റ്സ് ആൻഡ് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റ് ആസ് പ്രൈമറി സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് വിത്ത് ഫുൾ സെഗ്മെൻറ്റ് കോൾഡ് ഡിസ്ക്ലോഷർ ഓൺ ഈച്ച് ബേസിസ് വിൽ ഓഫൻ പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് if risk and return of an enterprise are strongly affected by both by differences in products and services it produces and by differences in the geographical area in which it operates. Accounting Standard 17 does not require but does not prohibit a metrics presentation. മെട്രിക്സ് പ്രസൻറ്റേഷൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17-നുള്ളിൽ റിക്വയർ ചെയ്യുന്നില്ല, ബട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല, അതിനെ പ്രൊഹിബിറ്റും ചെയ്തിട്ടില്ല. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെഗ്മെൻറ്റ്സ്. ഫോർ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് പർപ്പസ് ഓൾ എൻറ്റിറ്റീസ് ഹാവിംഗ് ബോത്ത് ബിസിനസ് ആൻഡ് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റ് are required to identify 2 reporting formats. One is primary and another is secondary, one supplementing the other. So എല്ലാ എൻറ്റിറ്റീസും സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് പർപ്പസിനായിട്ട്, അതായത് 2 സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബോത്ത് ബിസിനസ് ആൻഡ് ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കണം? ആർ റിക്വയർഡ് ടു ഐഡൻറ്റിഫൈ 2 റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ്. 2 റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഒന്നെന്ന് പറയുന്നത് പ്രൈമറിയും മറ്റൊന്ന് സെക്കൻഡറിയാണ്. ദിസ് കാറ്റഗറൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസ്ക് ആൻഡ് റിട്ടേൺസ് അസോസിയേറ്റഡ് വിത്ത് ദ സെഗ്മെൻറ്റ്സ്. If the risk and returns of an enterprise are affected predominantly by differences in products and services, it would be primary segment, and the geographic segment would be the secondary and vice versa. For most of the enterprises, the predominant source of risk and returns determines how the enterprise is organized and managed. Organizational and management structure of an enterprise and its internal financial reporting system provide the best evidence of the predominant source of risk and return of the enterprise for the purpose of its segment reporting. So enterprise-ന്റെ ഓർഗനൈസേഷണൽ ആൻഡ് മാനേജ്മെൻറ്റ് സ്ട്രക്ചറും അതുപോലെ തന്നെ
അതിൻ്റെ ഇൻറ്റേർണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റവും പ്രീഡോമിനൻറ്റ് സോഴ്സ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺസിൻ്റെ ബെസ്റ്റ് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? For the purpose of its segment reporting. If the risk and returns were equally dominant for both the business and geographic segments, then business segment would be considered as primary segment. Sometimes, if clear-cut evidence is not available to recognize the primary or secondary segments, then the management determines on its own based on predominance of risk, returns and other criteria prescribed for identifying a segment. ഇത്രയുമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിനുള്ളിൽ വരുന്നത്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ മൊഡ്യൂൾ 4-നുള്ളിൽ 2 പോർഷൻസ് ഉണ്ടായിരുന്നു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19-ഉം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17-ഉം, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഫോർ ലീസസ് ആൻഡ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. സോ ഇതിനുള്ളിലെ എല്ലാ പോർഷൻസും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. Also make sure that you are a subscriber of my channel and press the bell icon to get notified. Thank you.